ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? അരുണാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്. ഉത്തരം അരുണാചൽ പ്രദേശ്. ഉദയസൂര്യൻ്റെ നാടെന്നാണ് അരുണാചൽ പ്രദേശിനെ വിളിക്കുന്നത്. രാജ്യത്താദ്യമായി സൂര്യോദയം ലഭിക്കുന്നതാണ് ഇതിന് കാരണം. അരുണാചൽ പ്രദേശിലെ ആഗ്നാവ് ജില്ലയിലുള്ള ഡോങ് വാലിയാണ് ആദ്യമായി സൂര്യോദയം ലഭിക്കുന്ന ചെറിയ ഗ്രാമം. പിരമിഡുകളുടെ ആകൃതിക്ക് സമാനമായ പർവ്വതം ഏത്? കിളിമഞ്ചാരോ, ഫുജി, കൈലാസം, വിന്ധ്യ. ഉത്തരം കൈലാസം. കൈലാസം മനുഷ്യനിർമ്മിത പിരമിഡ് അല്ലെന്നും പ്രകൃതിദത്തമായ പിരമിഡാണെന്നും ശാസ്ത്രീയമായി അന്വേഷണത്തിൽ തെളിഞ്ഞു. ഹിമാലയത്തിലെ മഞ്ഞിലും മണ്ണൊലിപ്പിലും പർവ്വതം ഒരു പിരമിഡിൻ്റെ ആകൃതിയിൽ രൂപപ്പെട്ടു. ഒരു പെൺകുട്ടിയെ ദേവനുമായി വിവാഹം കഴിപ്പിക്കുന്ന ചടങ്ങേത്? തിലകച്ചടങ്ങ്, പൊട്ടുകാട്ട്, ഗന്ധർവം, കന്യാടം. ഉത്തരം പൊട്ടുകാട്ട്. ഒരു പെൺകുട്ടിയെ അവളുടെ ജീവിതകാലം മുഴുവൻ ദേവനെ ആരാധിക്കുന്നതിനും സേവിക്കുന്നതിനുമായി നൽകിയാൽ ദേവദാസിയാകും. വിവാഹത്തിന് സമാനമായ ഒരു ചടങ്ങിലാണ് പെൺകുട്ടിയെ സമർപ്പണം നടത്തുന്നത്. അതിനെ പൊട്ടുകാട്ടെന്ന് വിളിക്കുന്നു. ഏറ്റവും ശക്തമായ മുട്ട ഏത് പക്ഷിയുടെയാണ്? പെൻഗ്വിൻ, കിവി, ഒട്ടകപ്പക്ഷി, കസോവറി. ഉത്തരം ഒട്ടകപ്പക്ഷി. ഒട്ടകപ്പക്ഷിയുടെ മുട്ടകൾ വളരെ കട്ടിയുള്ളതും ശക്തവുമാണ്. മുതിർന്ന ഒട്ടകപ്പക്ഷികൾ അവയിലിരുന്നു കൊണ്ട് മുട്ട വിരിക്കുമ്പോൾ അവയുടെ ഭാരം താങ്ങാൻ ഇത് അത്യാവശ്യമാണ്. ബഹിരാകാശത്തേക്ക് ആദ്യം കൊണ്ടുപോയ ഭക്ഷണം ഏത്? റൊട്ടി, മുട്ട, ബീഫ്, ബ്രെഡ്. ഉത്തരം ബീഫ്. 1961 ഏപ്രിൽ 12 വോസ്റ്റോക്കൺ വിമാനത്തിൽ ഗഗാറിൻ ഒരു അലൂമിനിയം ട്യൂബിൽ നിന്ന് ബീഫും കരൾ പേസ്റ്റും വായിൽ ഞെക്കി കഴിച്ചു. മധുരപലഹാരത്തിന് ഒരു ചോക്ലേറ്റ് റോസ്റ്റും ഉണ്ടായിരുന്നു. ബൂട്ടിൻ്റെ ആകൃതിയിലുള്ള രാജ്യമേത്? ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, ഭൂട്ടാൻ. ഉത്തരം ഇറ്റലി. ഇറ്റലി ഒരു ഉപദ്വീപ് ആയതിനാൽ ഇറ്റാലിയൻ പരിസ്ഥിതി വളരെ സവിശേഷമാണ്. അതായത് രാജ്യം മിക്കവാറും വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. വാസ്തവത്തിൽ ഇറ്റാലിയൻ ഉപദ്വീപ് ഒരു ഭൂപടത്തിൽ കണ്ടെത്താൻ എളുപ്പമാണ്, കാരണം അതിൻ്റെ ആകൃതി ഒരു ബൂട്ട് പോലെയാണ്. ഏറ്റവും തൊലിക്കെട്ട് കൂടിയ ജീവി ഏത്? ബീജത്തിമിംഗലം, കാണ്ടാമൃഗം, നീലത്തിമിംഗലം, ഹിപ്പോ. ഉത്തരം ബീജത്തിമിംഗലം. ബീജത്തിമിംഗലത്തിന് 14 ഇഞ്ച് കട്ടിയുള്ള ചർമ്മമുണ്ട്. അത് അടിവേറൊഴികെ ശരീരം മുഴുവനും മൂടുന്നു. ഭൂമിയിലെ എല്ലാ ജീവികളിലും ഏറ്റവും വലിയ തലച്ചോറും ഇതിനുണ്ട്. ഏത് ഭാഗത്ത് മറുകുള്ളവരാണ് വളരെ ഭാഗ്യമുള്ളവർ? കവിൾ, പുരുകം, മൂക്ക്, ചുണ്ട്. ഉത്തരം കവിൾ. വലത് കവിളിന് മുകളിൽ മറുകുള്ളവർക്ക് ഒരിക്കലും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുകയില്ല. വലതേ കവിളിലെ മറുക് എന്തുകൊണ്ടും ജീവിതത്തിലെ പുരോഗതിയെ കാണിക്കുന്നവയാണ്. വളരെ ഭാഗ്യമുള്ളവരാണ് ഈ കൂട്ടർ. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? വയനാട്, കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം. ഉത്തരം കോഴിക്കോട്. വയനാട് ഘട്ട് അല്ലെങ്കിൽ താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കള്ളന്മാരുള്ള രാജ്യമേത്? ഇന്ത്യ, പാകിസ്ഥാൻ, ഡെൻമാർക്ക്, ലണ്ടൻ. ഉത്തരം ഡെൻമാർക്ക്. ഏറ്റവും കൂടുതൽ മോഷണ നിരക്കുള്ള രാജ്യം ഡെൻമാർക്കാണ്. മോഷണങ്ങൾ ഏറ്റവും കുറഞ്ഞത് സെനഗാലിലും.
എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.